പുസ്തകം ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 44-ാം വാക്യം വായിക്കും. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗ്ഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. അന്ന് രാജാക്കളിൻ നാட்களிலே പരലോകത്തിൻ ദേവൻ എന്നേക്കും അണിയാതെ ഒരു രാജ്യത്തെ എളുപ്പ பண்ணுவார். அந்த ராஜ்யம் வேறு ஜனத்துக்கு விடப்படுவதில்லை. ஒரு கல் கையால் பெயர்க்கப்படாமல் மலையிலிருந்து பெயர்ந்து உருண்டு வந்து இரும்பையும் வெண்கலத்தையும் களிமண்ணையும் வெள்ளியையும் பொன்னையும் நொறுக்கினதை நீர் கண்டீரே. அப்படியே அது அந்த ராஜ்யங்களை எல்லாம் நொறுக்கி நீர்மூலமாக்கி தானே എന്നേക്കും നിൽക്കും. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കുന്നതിന് മുൻപ് ഒരു കാറ്റടിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വായിച്ചു. അതായത് ദാനിയേൽ 7-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ആകാശത്തിലെ 4 കാറ്റും സമുദ്രത്തിന് നേരെ അടിക്കുന്നത് കണ്ടു. ആ വാക്യം നമ്മൾ വായിക്കുന്നു. ദാനിയേൽ വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ 4 കാറ്റെന്ന് പറയുന്നത് 4 സാമ്രാജ്യങ്ങളാണ്. 17-ാം വാക്യം വായിക്കുമ്പോൾ ഇത് ഭൂമിയിൽ ഉണ്ടാകാനിരിക്കുന്ന 4 സാമ്രാജ്യങ്ങളാണെന്ന് നമ്മൾ കണ്ടു. വായിച്ച് 17-ാം വാക്യം. 4 മൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു. அந்த 4 பெரிய மிருகங்களும் பூமியில் இருந்து எழும்புகிற 4 ராஜாக்களாம். അപ്പോൾ ഇവിടെ നെബൂഖദ്നേസർ രാജാവ് കണ്ടതായ ദർശനവും ബാബേൽ സാമ്രാജ്യം അല്ലെങ്കിൽ ഇറാഖിൽ സ്ഥാപിതമായ BC 600 കാലയളവിൽ ഉണ്ടായിരുന്ന സാമ്രാട്ടായ രാജാവായ ബാബിലോണി രാജാവായ അല്ലെങ്കിൽ ഇറാഖിൻ്റെയൊക്കെ അധിപനായിരുന്ന നെബൂഖദ്നേസർ കണ്ട ദർശനത്തിൽ ലോകത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ സാമ്രാജ്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ലോകത്തിൽ പല സാമ്രാജ്യങ്ങൾ ഉണ്ടായത്, ആദ്യമായി സാമ്രാജ്യം ഉണ്ടാകുന്നത് ബൈബിളിൽ കാണുന്നത് നിമ്രോദിൻ്റെ കാലത്താണ്. നിമ്രോദ് എന്ന് പറയുന്നത് ഒരു ബാബേൽ സാമ്രാജ്യത്തിൻ്റെ തുടക്കമാണ്. അതായത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ മേളിൽ ഒരു പദ്ധതി ഉണ്ടാക്കിയെടുക്കുന്ന സാത്താൻ്റെ ഒരു തന്ത്രം കൂടിയാണ് ഈ സാമ്രാജ്യങ്ങളുടെ പിന്നിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഏതൊരു പ്രവൃത്തി നടക്കുമ്പോഴും അവിടെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. അവസാനം ദൈവത്തിൻ്റെ പ്രവൃത്തി വിജയിക്കും. അതാണല്ലോ നമ്മളെല്ലായ്പ്പോഴും കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 10-11 വായിക്കുമ്പോഴേ നിമ്രോദിൻ്റെ സാമ്രാജ്യം അവിടെ ആരംഭിച്ചെങ്കിലും ബാബേൽ സാമ്രാജ്യം അല്ലെങ്കിൽ സീനാർ ദേശത്തിൽ, ഇന്നത്തെ ഇറാഖിൽ കിടക്കുന്ന സീനാർ ദേശം എന്ന് പറയുന്നത് ഇറാഖ്, ആരംഭിച്ചതായ രാജ്യം ഇന്ന് പൂർത്തീകരിച്ചിട്ടില്ല. ആ രാജ്യം ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. ഈ ലോകത്തിൽ വലിയ സാമ്രാജ്യം സ്ഥാപിക്കുമെന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന് വിശേഷിപ്പിച്ച ഇനി വരാനിരിക്കുന്ന മുഴു ലോകത്തിൻ്റെയും രാജാവായ അധിപതിയായ അവനെ ദൈവം യേശു ഈ ലോകത്തിൻ്റെ പ്രഭു എന്നാണ് വിളിക്കുന്നത്. പല പേരുകളുണ്ട്. അധർമ്മത്തിൻ്റെ മർമ്മം, കേട്ടിൻ മകൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കുന്നുണ്ട്. എതിർ ക്രിസ്തു. അപ്പോൾ അവരിതുവരെ വന്നിട്ടില്ല. പക്ഷേ സാമ്രാജ്യങ്ങൾ പലതും കടന്നുപോയി. അതിനുശേഷം അസീറിയ ഈജിപ്ഷ്യൻ സാമ്രാജ്യം, മോശയുടെ കാലത്താണ് ഈജിപ്റ്റ് സാമ്രാജ്യം നമ്മൾ കാണുന്നത്. ആ ഈജിപ്റ്റ് സാമ്രാജ്യത്തിൻ്റെ കാലത്താണല്ലോ മോശ ഇസ്രായേൽ ജനങ്ങളെ, ഏകദേശം 20 ലക്ഷം ജനങ്ങളെ മരുഭൂമിയിൽ കൂടി വളരെ അത്ഭുതമായി നടത്തിക്കൊണ്ടിരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നത്തെ ലോകത്തിൽ ഒരു ഗവൺമെൻറ്റിന് കഴിയാത്തൊരു കാര്യമാണ്. വെറും മരുഭൂമിയിൽ കൂടി 20 ലക്ഷം ജനങ്ങളെ 40 വർഷം. ഇത് നമുക്കറിയാം. നമ്മുടെ ഭരണകർത്താക്കന്മാരെല്ലാം 5 വർഷം കഷ്ടിച്ച് ഭരിക്കുന്നതൊക്കെ എത്ര ബുദ്ധിമുട്ടിയാണ്. അത് കഴിയുമ്പോൾ കോടിക്കണക്കിന് കടവുകളും ഭാരങ്ങളും വരുത്തിയാണ് ഓരോരുത്തരും പിരിയുന്നത്, പല പ്രശ്നങ്ങളും. എന്നാൽ ദൈവം ഈ ജനത്തെ 40 വർഷം മരുഭൂമിയിൽ കൂടി നടത്തുമ്പോൾ അവരുടെ കാല് വീകിയില്ല, ചെരുപ്പിന് പോലും ദ്രവത്വം വന്നില്ലെന്നാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ദൈവം ഭൂമിയെ ഭരിക്കുന്നതല്ലേ നല്ലത്? ലോകം ദൈവം ഭരിക്കുന്ന സമയത്ത് എത്രയോ അനുഗ്രഹസമ്പൂർണ്ണമായി തീരും. അങ്ങനെ ഒരു ഭരണം വരാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുൻപായിട്ട് ഈ ഭരണങ്ങളെല്ലാം കടന്നുപോയി.
ഈജിപ്ഷ്യൻ സാമ്രാജ്യം BC 1400 കാലയളവിലുണ്ടായിരുന്ന ആ ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിലെ ഫറവോന്മാർ ഭരിച്ചിരുന്ന കാലത്താണ് മോശ പിടിച്ചുകൊണ്ട് വരുന്നത്. പിന്നീട് നമുക്കറിയാം BC 700 കാലയളവിൽ അസീറിയൻ സാമ്രാജ്യം, ആ സാമ്രാജ്യകാലത്താണ് ഇസ്രായേലിലെ 10 ഗോത്രങ്ങളെ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോയത്. രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ശേഷിച്ച 2 ഗോത്രം, യഹൂദാ ഗോത്രത്തെ BC 600 കാലയളവിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്നവരെ പിടിച്ചുകൊണ്ട് പ്രവാസത്തിൽ പോകുന്നതായിട്ട് കാണും. പക്ഷേ ആ പ്രവാസം ദൈവത്തിൻ്റെ ഒരു പദ്ധതി കൂടിയായിരുന്നു. അനേക ഇസ്രായേലിയർ ദേശത്ത് വെച്ച് നശിച്ചെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട കുറേ ആളുകളെ പ്രവാസത്തിൽ കൊണ്ടുപോവുകയും 70 വർഷത്തിന് ശേഷം അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ബാബിലോൺ സാമ്രാജ്യം കഴിഞ്ഞു. മേദ്യ പേർഷ്യ സാമ്രാജ്യം, അത് പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറയാം, ഇറാൻ. ആ സാമ്രാജ്യത്തിന് ശേഷം BC 320 കാലയളവിൽ അലക്സാണ്ടർ ദി ഗ്രേറ്റ്, അലക്സാണ്ടർ ചക്രവർത്തി 33-ാമത്തെ വയസ്സിൽ ഭരണമേറ്റു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം മരിക്കുകയും ചെയ്തു. പിന്നീടാണ് റോമൻ ഗവൺമെൻറ്. നോക്കണം, റോമൻ ഗവൺമെൻറ് അനേക കാലങ്ങൾ നിന്നു. ആ റോമൻ ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്താണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം. ജൂലിയസ് സീസറിൻ്റെ പിൻഗാമിയായി വന്ന അഗസ്തോസ് സീസറിൻ്റെ കാലത്തിൽ യേശു ഭൂമിയിലുണ്ടായിരുന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ ചരിത്രങ്ങളെല്ലാം സത്യമായ കാര്യങ്ങളാണ്. ബൈബിൾ എന്ന് പറയുന്നത് ചരിത്ര പുസ്തകമാണ്. രാജ്യങ്ങളെക്കുറിച്ചും സാമ്രാജ്യങ്ങളെക്കുറിച്ചും രാജാക്കന്മാരെക്കുറിച്ചും ലോകത്തിൻ്റെ വിവിധ അനുഭവങ്ങളെക്കുറിച്ചെല്ലാം വ്യാഖ്യാനിച്ച് വെളിപ്പെടുത്തുന്ന ഒരു വിവരണ പുസ്തകമാണ് ബൈബിൾ. ബിബ്ലിയോസ് എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളുടെ സമാഹാരം. 40 പുസ്തകങ്ങൾ ചേർന്ന് 1600 വർഷങ്ങൾക്കിടയിൽ 40ഓളം പേർ തമ്മിൽ മുഖാമുഖം കാണാതെ 1600 വർഷങ്ങൾക്കിടയിൽ രൂപീകരിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഉണ്ടാക്കിയ സത്യങ്ങളുടെ ഒരു പുസ്തകമാണ് ഈ വേദപുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വായിച്ചു നോക്കിയാൽ എല്ലാം നമുക്ക് കാണാം. ഉൽപ്പത്തി മുതൽ അവസാനം വരെ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. വേദപുസ്തകം വായിക്കുന്നവർക്ക് അറിവ് വർദ്ധിക്കും. രാഷ്ട്രീയ രാജാക്കന്മാർ അവർ പലരും ഈ വേദപുസ്തകം വായിക്കുന്നവരെ കാണാൻ കഴിയുന്നു. അപ്പോൾ ഈ സാമ്രാജ്യങ്ങളുടെ കഴിഞ്ഞ് പിന്നീട് ഒരു ജനാധിപത്യ സാമ്രാജ്യം വരുമെന്നാണ്. നോക്കണം, അതാണ് ദാനിയേൽ കണ്ട ആ ബിംബങ്ങളുടെ അവസാനത്ത് വരുമ്പോൾ 10 വിരലുകൾ, കളിമണ്ണ് കൊണ്ടുള്ളായ കാൽപ്പത്തിയും വിരലും, മറ്റൊന്നും വിവരിക്കാൻ സമയമില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ ഡെമോക്രസി, ജനാധിപത്യ ഭരണം. പെട്ടെന്ന് അവർ ഒന്നിക്കും വിഘടിക്കും. ഇങ്ങനെയുള്ളൊരു ഭരണകാലത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ രാജാക്കന്മാരുടെ കാലത്തിൽ, ഏത് രാജാക്കന്മാർ? ഈ വ്യത്യസ്തമായ ഡെമോക്രാറ്റിക് ചിന്തയോടുകൂടി ഭരിക്കുന്ന കാലത്തിലാണ് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ രാജ്യം, യേശുക്രിസ്തുവിൻ്റെ രാജ്യം വരാൻ പൊതുവായിച്ച്. ഈ രാജാക്കന്മാരുടെ കാലത്തിൽ ദാനിയേൽ 2:44 വീണ്ടും വായിക്കാം. അപ്പോൾ ആ രാജാക്കന്മാരുടെ കാലത്തിൻ്റെ അവസാനത്തിൽ ഒരു രാജ്യം വരാൻ പോവുകയാണ്. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗ്ഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ ഒരു രാജ്യത്തെ സ്ഥാപിക്കും. ഇനി ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇനി സംഭവിക്കാൻ പോകുന്നൊരു വാക്യം ഞാൻ പറയാം. ഇത് സംഭവിക്കുന്നതാണ്. വെളിപ്പാട് 11-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന പല യുദ്ധങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധം മാത്രമല്ല, ഇനി റഷ്യയെല്ലാം ഇടപെടുന്നതായ ഒരു വലിയ യുദ്ധം വരാൻ പോവുകയാണ്. ആ യുദ്ധങ്ങളുടെ എല്ലാം അവസാനത്തിൽ, യുദ്ധങ്ങളെല്ലാം തീരുന്ന സമയത്തിൽ ഇതാ മറ്റൊരു രാജ്യത്വം സ്ഥാപിക്കപ്പെടാൻ പോവുകയാണ്. വായിക്കാം. അപ്പോൾ 7ാമത്തെ ദൂതൻ ഊതിയെങ്കിൽ 6 ദൂതന്മാരതിൻ്റെ പുറകിലുണ്ട്. ആ ദൂതന്മാരുടെ ഓരോ ഊതുന്ന സമയത്തും ലോകത്തിൽ വ്യത്യസ്തമായ സംഭവങ്ങളുണ്ടാകും. ഭയങ്കരമായ നാശങ്ങൾ, അഴിവുകൾ, ഭയങ്കര പീഡകൾ, കലാമിറ്റീസ്, ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് നമുക്ക് റെഫർ ചെയ്യണമെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം വായിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് യേശു തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും
അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. എന്നാൽ ഈ ജനാധിപത്യ ഭരണവും യേശു ക്രിസ്തു ഭൂമിയിൽ ഭരിക്കാൻ പോകുന്ന കാലത്തിനുമിടയിൽ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. അതാണ് ഒരാഴ്ച വട്ടമെന്ന് ദാനിയേൽ വിശേഷിപ്പിച്ചിരിക്കുന്ന 7 വർഷത്തെ ഭരണം. അപ്പോൾ ആ 7 വർഷത്തെ ഭരണത്തിന് മുൻപ് ലോകത്ത് ചില സംഭവങ്ങളെല്ലാം ഉണ്ടാകണം. അതിലൊരു കാര്യം, ഈ കഴിഞ്ഞ സമയത്തിൽ, അതായത് മെയ് 15-ാം തീയതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന സൂര്യകാന്ത് അദ്ദേഹം പാറ്റയെക്കുറിച്ചൊരു വിശേഷം പറഞ്ഞിരുന്നു. പാറ്റ, കോക്രോച്ച്. ഇന്ന് സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും നിറഞ്ഞു നിൽക്കുന്നൊരു വിഷയമാണ് കോക്രോച്ച്, പാറ്റകൾ. അദ്ദേഹമാണ് വാസ്തവത്തിൽ ഈ CJP പാർട്ടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ആരാ? സുപ്രീം കോടതി ജഡ്ജി, ചീഫ് ജസ്റ്റിസ് തന്നെയാണ് പുതിയൊരു പാർട്ടിയുടെ പ്രഖ്യാപനം ഒരർത്ഥത്തിൽ താൻ അറിയാതെ നടത്തിവിട്ടു. കോക്രോച്ച് പാർട്ടി നിങ്ങൾ കണ്ടു കാണും, സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാനതിനെപ്പറ്റി 1-2 റെഫറൻസ് നോക്കിയപ്പോഴേ എനിക്കതിൽ നിന്നൊരു കാര്യം മനസ്സിലായതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഈ പാറ്റ എന്ന് പറയുന്നത് ഒരു വിരോധാഭാസമായിട്ട് ആ ചീഫ് ജഡ്ജി പറഞ്ഞെങ്കിലും പാറ്റ എല്ലായിടത്തും വെറും മോശമൊന്നുമല്ല. പാറ്റയുടെ ചില കാര്യം, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ രാത്രി വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളയിൽ ലൈറ്റിടുന്ന സമയത്ത് കാണാം പാചകത്തിൻ്റെ അവിടുന്ന് പാത്രങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ ഈ പാറ്റ അതിവേഗത്തിൽ ഓടുന്ന കാണാം. ഇപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കുറവാണ്. എൻ്റെ ചെറുപ്പത്തിൽ കാണാം പാറ്റ അതിവേഗത്തിൽ. എനിക്കത് വലിയ ഇഷ്ടമാണ്. ഈ പാറ്റയുടെ ഓട്ടം കാണുന്നത് വലിയ ഇഷ്ടമാണ്. വളരെ സ്പീഡിൽ ഓടും. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഏതോ ഒരു ഒളിമ്പിക്സിൽ ഏതോ ഒരു അത്ലറ്റിക്സിനെ ഈ ഓട്ടം വേഗതയിലാക്കാൻ വേണ്ടി പാറ്റയുടെ ബ്ലഡ്, അതൊരിക്കലും വായിച്ചതാണ്, ഈ പാറ്റയുടെ ബ്ലഡ് എടുത്തിട്ട് ഈ അത്ലറ്റിക്സിന് ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ പാറ്റയുടെ വേഗത്തിൽ ഓടാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പാറ്റ പണ്ടെടുത്ത് പറഞ്ഞ പോലെ നത്തോലി അത്ര ചെറിയ മീനല്ലെന്ന് പറഞ്ഞ പോലെ പാറ്റ അത്ര ചെറിയ ജീവിയൊന്നും അല്ല. മറ്റുള്ളവർ പുച്ഛിക്കുന്ന പോലെ അതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഒരു പക്ഷേ ഇതിനെ കൂറയെന്നും പാറ്റ എന്നും അല്ലെങ്കിൽ വല്ലാത്തൊരു ജീവിയെന്നും ക്ഷുദ്രജീവിയെന്നും പ്രയോജനമില്ലാത്തതെന്നൊക്കെ വിശേഷിപ്പിച്ച ആ ചീഫ് ജസ്റ്റിസിൻ്റെ വാക്കും കൊണ്ട് തീർന്നില്ല. 3, 4, 5 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നോക്കണം, ട്വിറ്ററിൽ, എക്സിൽ, അതിനുശേഷം ഇൻസ്റ്റഗ്രാമിലെ 2 കോടിയോളം ജനങ്ങളാണ്. നോക്കണം, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് BJPയുടെ അക്കൗണ്ട്സിൽ തന്നെ അവരുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 1 കോടിക്ക് താഴെയാണ്. ഒരു 90 ലക്ഷം മാക്സിമം വരും. അവരാണ് ഏറ്റവും മുന്നിരിക്കുന്നത്. പിന്നെ കോൺഗ്രസ്. ഇവർ 3-4 ദിവസം കൊണ്ട് ഈ CJP എന്ന് പറയുന്ന പാർട്ടി, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു പുതിയ പാർട്ടി അവർ ഫോം ചെയ്ത് വരികയാണ്. അതിനുള്ള ദൈവ ഉദ്ദേശങ്ങളാണ് ഞാനീ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. 3, 4, 5 ദിവസം കൊണ്ട് 2 കോടി ഫോളോവേഴ്സ്. ട്വിറ്റർ നമുക്കറിയാം, എക്സ് എന്ന് പറയുന്നത് വലിയ വിദ്യാഭ്യാസമുള്ള ഹയർ ലെവൽ പാർട്ടികൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്നതാണ് ട്വിറ്റർ എന്ന് പറയുന്നത്, എക്സ്. അതിലവരെ ബാൻ ചെയ്തു. ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ ഒരു സങ്കേതമാണ്. ലോകത്തിലെ ചെറുപ്പക്കാരുടെ ഒരു സങ്കേത ഇതാണ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെയാണ് പ്രായം ചെന്നവരും സാധാരണക്കാരൊക്കെ കൂടുതൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ 2-ൽ ഇങ്ങനൊരു പ്രതിഭാസം നടന്നിരിക്കുകയാണ്. ഇന്ത്യ ഗവൺമെൻറ് ഞെട്ടിപ്പോയി. മോദിജി ഉൾപ്പെടെ ഒരു ഷോക്കായിപ്പോയി. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ചില ദിവസങ്ങൾക്ക് 2 കോടിയിലധികം പേര് ഫോളോവേഴ്സായിട്ട് വന്ന്, അതുപോലെ ലക്ഷങ്ങൾ ഇവരുടെ അജണ്ടകൾക്കെല്ലാം ആമേൻ പറയുന്നൊരു ഘട്ടം വന്നു. ഗവൺമെൻറ് ചലിച്ചു കേട്ടോ. പക്ഷേ ശശി തരൂർ പറയാനിടയായി, ചെറുപ്പക്കാരുടെ വികാരങ്ങൾ മനസ്സിലാകണം. കാരണം ചെറുപ്പക്കാരിന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ 18-നും 30-നോ ഒരു കണക്ക് പറയുന്നത് കേട്ടോ, 30 കോടിയിലധികം പേരാണ് ഇന്ത്യയിലെ ഈ പറഞ്ഞ വയസ്സിനിടയിലുള്ളവർ. അപ്പോൾ അവരെ അവഗണിച്ചു പോകാൻ സാധ്യമല്ല. ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഈ പുതിയ തലമുറയ്ക്ക് ഒരു വലിയ വിശേഷമുള്ള റിയാലിറ്റി അവർ ഇഷ്ടപ്പെടുന്നൊരു കൂട്ടരാണ്. ചുമ്മാ വാചം ഒഴിച്ചുകൊണ്ടൊന്നും അവർ സമ്മതിക്കത്തില്ല.
റിയാലിറ്റി, യാഥാർത്ഥ്യമായിട്ട് തെളിവ് ആവശ്യമാണ്. പണ്ടേ പറഞ്ഞ പോലെ, പണ്ട് നമ്മൾ അപ്പച്ചാന്ന് വിളിക്കാം, ശരി അപ്പച്ചാന്ന് വിളിക്കും. ഇന്നത്തെ തലമുറയാണെങ്കിൽ ഒന്നുകൂടെ അത് DNA പരിശോധിച്ചിട്ട് പറയാമെന്ന് പറയും. അത് തെറ്റല്ല, അത് കളിയാക്കി പറയുന്നതല്ല. അത്രയുള്ള ഒരു ആക്യുറേറ്റായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ തലമുറ ഇന്ന് ന്യൂസിലുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ളൊരു തലമുറ ചിന്തിക്കാൻ തുടങ്ങി. ഈ രാഷ്ട്രീയക്കാരുടെ കളികൾ, ഈ രാഷ്ട്രീയക്കാർ യുവമാരും ഉണ്ടാക്കുന്ന ഈ വികൃതികളെല്ലാം ഈ ബുദ്ധിയുള്ള ചെറുപ്പക്കാർക്ക് ഇഷ്ടമല്ല. അവരിങ്ങനെ മനസ്സുകൊണ്ട് വെമ്പിക്കൊണ്ടിരിക്കുകയാണ്. പഠിച്ചിട്ട് കാര്യമില്ല, ജോലിയില്ല. ഇവരിങ്ങനെ മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ് കുറേയൊക്കെ അവരെ കൊണ്ട് അത്രേ ഒക്കത്തുള്ളൂ. അവർ കുറ്റമല്ല, അതിൽ കൂടുതൽ ആരും വന്നാലും ഒക്കില്ല. ഇപ്പോൾ മോദിജി എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. കാരണം അദ്ദേഹം വന്നതിന് ശേഷം ഇന്ത്യയിൽ കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് അത്രയേ ഉള്ളൂ ഒരു കപ്പാസിറ്റി. അതിൽ കൂടെ തന്നെ കൊണ്ട് സാധ്യമല്ല. പക്ഷേ ലോകം ഇളകാൻ തുടങ്ങി. നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനു മുമ്പ് ഇവിടെ തന്നെ കർഷക സമരവും ജല്ലിക്കെട്ടും അതുപോലെ തന്നെ കാനഡയിലെ ദിനോസർ ഗ്രൂപ്പും പിന്നീട് ഐസ്ലാൻഡിലും പോളണ്ടിലും മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടായ ഈ ചെറുപ്പക്കാരുടെ വിപ്ലവങ്ങൾ ഈ സമീപകാലത്ത് നേപ്പാളിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലുണ്ടായ ഈ ചെറുപ്പക്കാരുടെ വിപ്ലവങ്ങളെല്ലാം സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവരല്ലേ ലോകത്ത് വരേണ്ടവർ. അപ്പോൾ അവർ കുറച്ചുകൂടെ ആധികാരികമായിട്ടും യാഥാർത്ഥ്യമായിട്ട് ചിന്തിക്കുന്ന ഒരു തലമുറയാണെന്നുള്ളത് കാരണവന്മാർ മനസ്സിലാക്കണം. അതിനെ അഴിച്ചമർത്തിയിട്ട് കാര്യമില്ല. അവരുമായിട്ട് നെഗോഷിയേഷൻ നടത്തിയിട്ട് അവരുടെ ആശയങ്ങളുള്ള നല്ല കാര്യങ്ങൾക്ക് അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ മുൻപിൽ കൊണ്ടുവരാൻ ഈ ഭരണാധികാരികൾ തയ്യാറായില്ലെങ്കിൽ നാളെ ഇവർ മുട്ടുമുടക്കും. BJP അല്ല, ഏത് പാർട്ടിക്കാരും മുട്ടുമുടക്കേണ്ടി വരും. കാരണം അവർ സ്ട്രോങ് ആണ്, ശക്തമാണ്. ബൈബിളിൽ തന്നെ വാക്യമില്ലേ, പുതിയ യോഹന്നാൻ 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും, 2:14 യൗവനക്കാരെ കുറിച്ച് പറയുന്നു, ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും. ബാല്യക്കാരെ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതി. അടുത്ത കാര്യം, ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും. 14-ാം വാക്യം. അപ്പോൾ യൗവനക്കാർ ശക്തരാണ്. ഇത് തിരിച്ചറിയണം. കാരണം കാലങ്ങളെ അവർ മാറ്റിയെടുക്കും. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കറിയാം, VT സതീശൻ്റെ പുതിയ ഫോർമുല, ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും, പിന്നെ നോക്കണം. അതാണ് അതിൻ്റെ ബേസ്, ദൈവവചനം, അതായത് റിയാലിറ്റി. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ് നിങ്ങളുടെ വാക്കുകൾ ഉവ്വ് അല്ലെങ്കിൽ ഇല്ല, നിങ്ങൾ പറയുന്ന പോലെ ചെയ്യണം. പക്ഷെ പല രാഷ്ട്രീയക്കാർക്കും സാധിക്കുന്നില്ല. BJP-ക്കാർ പോലും പല മോഹന വാഗ്ദാനങ്ങളോട് വന്നെങ്കിലും അവർക്ക് നിവർത്തിക്കാൻ സാധിക്കുന്നില്ല. അവർ കുറ്റമല്ല, കാരണം ദുഷ്ടൻ്റെ അധീനതയിലാണ് ലോകം കിടക്കുന്നത്. അപ്പോൾ ഈ ലോകത്തെ മറ്റൊരു ലോകമാക്കി മാറ്റുന്നതിന് ഒരു വലിയ ചേഞ്ച് ആവശ്യമാണ്. ഏതും വിപ്ലവത്തിൽ കൂടിയാണല്ലോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചെറുപ്പക്കാരിൽ കൂടി ഒരു വലിയ വിപ്ലവം ലോകത്തിലെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഇന്ത്യയിലും വരും. ചില മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾ കാണാം, ഇന്ത്യയുടെ രാഷ്ട്രീയ വ്യവസ്ഥകൾക്ക് മാറ്റം വരും. ഇപ്പോൾ തമിഴ്നാട് കണ്ടില്ലേ, ജോസഫ് വിജയ് എന്ന് പറയുന്നത് കക്ഷിച്ചുര 5 ഇഞ്ച് കാണും, ഇല്ലയോ? സാധാരണ ഒരു കൊച്ചു പയ്യനെ പോലെ തുള്ളിച്ചാടി നടന്നവൻ. നോക്കണം തൻ്റെ വാക്കിൻ്റെ പവർ, തൻ്റെ വചനത്തിൻ്റെ ഗാംഭീര്യം. താൻ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെയും വചനത്തെയും താൻ ഉയർത്തി കാണിച്ചു. കാരണം യേശുക്രിസ്തുവാണ് കൃത്യമായിട്ട് വചനം പഠിപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തെ വിപ്ലവകാരി യേശുവല്ലേ? സാമ്രാജ്യങ്ങളുടെ മേലും മതങ്ങളുടെ മേലും, റോമൻ സാമ്രാജ്യത്തിന് മേലും, ലോകങ്ങളുടെ ഏറ്റവും വലിയ മതശക്തിയായിരുന്ന യഹൂദൻ്റെ മേലും ആഞ്ഞടിച്ചതാരാ? യേശുക്രിസ്തുവിൻ്റെ വചനമാണ്. അപ്പോൾ അത് ക്രിസ്ത്യാനിറ്റി എന്നുള്ളതല്ല, ക്രിസ്തു മതക്കാരൻ എന്നുള്ളതല്ല. ആ ക്രിസ്തുവിൻ്റെ വചനമാണ് ലോകത്തിൽ ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുന്നത്. അതാണല്ലോ VT സതീശന് പറഞ്ഞത്. എന്താ പറഞ്ഞേ? ഈ വചനമാണ്. താനെ പ്രതിപക്ഷ നേതാവായ സമയത്തിൽ ഞാനിത് കേൾക്കാനിടയായി. അദ്ദേഹം പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. താനൊരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും താൻ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഏത് ഭാഗമാണ്? ബൈബിൾ തുറന്നു നോക്കിയപ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം തോന്നുന്നു, ശലോമോൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന വായിച്ചപ്പോൾ തനിക്ക് മനസ്സിലായി, ഈ ജനത്തെ ഭരിക്കണമെങ്കിൽ അധികാരം കൊണ്ടോ
ആളിൻ്റെ സ്വാധീനം കൊണ്ടോ കുറേ പേരുടെ പിൻബലം കൊണ്ടോ ഒന്നുമല്ല. പകരം ദൈവത്തിൻ്റെ ജ്ഞാനവും വിവേകമായൊരു മനസ്സ് തിരിച്ചറിഞ്ഞുകൊണ്ട് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താനത് വിളിച്ച് പറഞ്ഞില്ലേ, കർത്താവേ, സൊലൊമോൻ കൊടുത്ത പോലെ എനിക്കും ജ്ഞാനം തരണം, വിവേകം തരണം, വിശാലമായൊരു മനസ്സ് തരണം. അങ്ങനെ ഒരു മനുഷ്യൻ നോക്കിയേ, കഴിഞ്ഞ കാലത്തിൽ 5 വർഷം താൻ നടത്തിക്കൊണ്ടുവന്ന വഴികൾ കോൺഗ്രസ്സിൽ വ്യത്യസ്തമായിരുന്നു. അവിടെ എന്ത് പറ്റി? കോൺഗ്രസ്സിലെ തലമൂത്ത നേതാക്കന്മാർക്കും ഈ പറഞ്ഞ കള്ളത്തരത്തിന് കൈക്കൂലിക്കും പിന്നെ സ്വജനപക്ഷപാതമൊക്കെ ഉള്ളതായ കോൺഗ്രസ്സുകാർക്ക് തന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും ആ VT സതീശൻ പലരും അവരാഗ്രഹിച്ചുകൊണ്ട് എല്ലാ പണികളും ചെയ്തു. MLA പോലും അനേകർ അദ്ദേഹത്തിനെതിരായി വോട്ട് ചെയ്തു. പക്ഷേ വികാരം, ഇതാണ് പറഞ്ഞത്, ജനവികാരം, ജനങ്ങളുണ്ടായ, അതായത് പറഞ്ഞ സ്പിരിറ്റിൻ്റെ വർക്ക്, ആ സ്പിരിറ്റിൻ്റെ വർക്കിന് മുമ്പിൽ ഹൈക്കമാൻഡ് പോലും മുട്ടുകുത്തി. നോക്കണം, ഹൈക്കമാൻഡ് പോലും മുട്ടുകുത്തി അദ്ദേഹത്തെ ആക്കി. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെയാണെങ്കിലും ഈ ലോകം ദുഷ്ടൻ്റെ അധീനം കിടക്കുന്നതിനാൽ നാളെ സതീശൻ്റെ ഭരണം പൂർണ്ണമായി സക്സസ് ആവുമെന്നല്ലേ പറയുന്നത്. കാരണം സാത്താൻ അപ്പുറത്തുണ്ട്, അവൻ ഏത് വിധത്തിലും ചതിയവനും വഞ്ചനുമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു പോകേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ദൈവത്തെ തന്നെ ആശ്രയിച്ച് മുമ്പോട്ട് പോകാമെങ്കിൽ ദൈവം കാത്തുകൊള്ളും. അതുപോലെയാണ് തമിഴ്നാട്ടിലുണ്ടായത്. നാളെ മുഴുവൻ ഇന്ത്യയിലും സംഭവിക്കാൻ പോവുകയാണ്. മുഴുവൻ ഇന്ത്യയിലും ഒരു ഭരണമാറ്റത്തിൻ്റെ സമയം ആയി. നമ്മൾ വിചാരിക്കുന്നത് മോദിയെ താഴെ ഇറക്കാൻ വേണ്ടിയല്ല. ഈ പറഞ്ഞ ജനവികാരമെന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഒരു ഏകലോക ഗവൺമെൻറ്റിൻ്റെ പുറപ്പാടാണ്. ഒരു വേദോസ്തത്തിലുണ്ട്, യെശയ്യാപ്രവചനം 32-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. വായിച്ചേ, യെശയ്യാ 32-ന്റെ 1-ാം വാക്യം. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. അപ്പോൾ ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. അപ്പോൾ ഇത് സംഭവിക്കുക, അത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അതുതന്നെയാണ് യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ 9-ാം വാക്യം വായിക്കുമ്പോൾ, യെശയ്യാപ്രവചനം 11-ാം അധ്യായം കൂടി ഇനി വരാൻ പോകുന്ന വലിയ സാമ്രാജ്യത്തെ, നല്ല രാജ്യത്തെക്കുറിച്ചാണ്. ആ 11-ന്റെ 9 നമ്മൾ വായിക്കുമ്പോൾ, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കും. നോക്കണം, ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യില്ല. അപ്പം അങ്ങനെ ഒരു ഭരണം ഭൂമിയിൽ ഉണ്ടായിരുന്നു. കാരണം ദൈവമല്ലേ ഭൂമിയെ സൃഷ്ടിച്ചത്, ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു. പക്ഷേ ഇടക്കാലം മനുഷ്യൻ തെറ്റിപ്പോയി, ലൂസിഫറും സംഘവും മനുഷ്യൻ കൂടി വാണ്. അല്ലെങ്കിൽ അതും ഒരു നന്മയ്ക്കാണ്, കാരണം പലതും മനസ്സിലാക്കാമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ 10 വർഷത്തെ പിണറായിയുടെ ഭരണം, പിണറായി കുറ്റം പറഞ്ഞ് പോകുന്നതിന് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ വ്യാപിച്ച ആത്മാവ് ഓരോ ജനതയ്ക്കും മനസ്സിലായി. നിങ്ങൾ ഇനി അങ്ങനെയുള്ള സ്പിരിറ്റിനെ ഫോളോ ചെയ്താൽ, അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും സ്വയത്തിൻ്റെയും തൻബലത്തിൻ്റെയും പിന്നാലെ പോയാൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ചില നേതാക്കന്മാരെ ആ സ്ഥാനത്തിൽ അനുവദിച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് പിണറായി കുറ്റക്കാരൻ മാത്രമല്ല, അത് മനസ്സിലാക്കി പിന്തിരിഞ്ഞ് നല്ല വഴിയിലേക്ക് പോകാൻ ചില രാജാക്കന്മാരെ പ്രദർശനം കൊടുക്കുന്ന നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അപ്പം നല്ലത് നമുക്ക് പിന്തുണച്ച് വരുമ്പോൾ അതിനെ പിൻപറ്റുക. ബൈബിളുണ്ടല്ലോ, നേരുള്ളവനെ പിൻപറ്റുക, നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, അവൻ്റെ അവസാനം എൻഡ് ഓഫ് ദ മാൻ വിൽ ബി പീസ്. അതാണ് 37-ാം സങ്കീർത്തനത്തിൽ 37-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, നേരുള്ളവനെ പിൻപറ്റുക, നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, അവൻ്റെ അവസാനം ഇംഗ്ലീഷിൽ പറയുന്നത് എൻഡ് ഓഫ് ദി മാൻ വിൽ ബി പീസ്. നേരുള്ളവനെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും. തമിഴ് 37 സംഗീതം. അന്ധമനുഷ്യന്റെ മുടിവ്, അത് ഓരോ മനുഷ്യനും തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ, ദൈവത്തിൽ കൂടിയാണ്. അതുകൊണ്ടാണ് ഹൈക്കമാൻഡും ഭൂരിപക്ഷമെല്ലാം ഉണ്ടായിട്ടും സതീശൻ വരാനുള്ള കാരണം. നാളെ സതീശൻ സൂക്ഷിക്കണം, തെറ്റിപ്പോയാൽ നാളെ ഇതിനേക്കാൾ അപകടമായിത്തീരും, അതുപോലെ വിജയനും. എന്നാൽ ഇതിൻ്റെ എല്ലാ തരംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. അതാണ് ആകാശത്തിലെ കാറ്റ് സമുദ്രത്തിന് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൃഗം. ഇനി ഈ പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിന് ഇപ്പോഴും സംഭവിക്കുന്നതിന് മുമ്പ് മറ്റൊരു രാജ്യം വരാൻ പോവുകയാണ്. അതാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ഇപ്പോൾ വായിക്കുമ്പോൾ, അവിടെ അതേ സമുദ്രത്തിൽ നിന്ന് ഈ കഴിഞ്ഞകാല സാമ്രാജ്യങ്ങളുടെ
എല്ലാ ശക്തിയോടുകൂടി പുതിയൊരു സാമ്രാജ്യം വരാൻ പോവുകയാണ്. വായിക്കാം. വെളിപ്പാട് 13:1 വാക്യം. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജങ്ങളെയും നാമങ്ങളും ഉള്ള ഒരു മൃഗം സ്വർഗ്ഗത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇവിടെ 4 മൃഗങ്ങളുടെ സവിശേഷതയോടുകൂടി ഒരു പുതിയ മൃഗം വരാൻ പോവുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? കഴിഞ്ഞ കാലത്തിലുണ്ടായ 4 സാമ്രാജ്യങ്ങൾ, ബാബിലോണിയൻ സാമ്രാജ്യം, അതായത് സ്വേച്ഛാധിപത്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും സൈനിക ഭരണവും പിന്നെ ഏകാധിപത്യത്തിൻ്റെയും ഉണ്ടാകുന്ന ഒരു ഭരണത്തിൻ്റെ ആകെ തുകയായിട്ടൊരു ഭരണം വരാൻ പോകുന്നു. അവനെയാണ് നമ്മൾ ആൻറ്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ. അപ്പോൾ ഈ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആൾ സവിശേഷതയുള്ള മനുഷ്യനാണ്, സാധാരണക്കാരനല്ല. അവർ വായിക്കുമ്പോൾ 7 തലയും വായിച്ച്. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജങ്ങളെയും. 10 കൊമ്പ് 7 തലയും. പണ്ട് രാവണനെ കുറിച്ച് നമ്മൾ കേട്ടില്ലേ? 10 തലയുള്ളവൻ രാവണൻ എന്ന് വെച്ചാൽ അതിങ്ങനെ 10 തലയായിട്ട് ഉയർന്നിരിക്കാത്തുള്ളതല്ല, പകരം 10-fold വിസ്ഡം, 10 മടങ്ങ് ബുദ്ധിയുള്ളതെന്ന് അതിൻ്റെ അർത്ഥം. സാധാരണ കവിഞ്ഞ് 10 മടങ്ങ് ബുദ്ധിയുള്ളവനാണ് ഈ രാവണൻ, അല്ല 10 തലയുള്ളതൊന്നുമല്ല. ചില പിള്ളേർ, കൊച്ചു പിള്ളേർ, അവരുടെ പ്രായത്തിനധികം എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞാൽ ആൾക്കാർ പറയും അപ്പോൾ അവൻ്റെ തല കണ്ടില്ലേ, കാരണം ജ്ഞാനം അധികരിച്ചതാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ വരാനിരിക്കുന്ന പ്രഭു, ഈ ലോകത്തിൻ്റെ അധിപനായിട്ട് വരാൻ പോകുന്നവന് 7 കൊമ്പും 10 തലയും. കൊമ്പതെ കാണിക്കുന്നു പവറിനെ കാണിക്കുകയാണ്. അതായത് ലോകത്തിൻ്റെ മുഴുവൻ അധികാരവും ഒരു മനുഷ്യനിലേക്ക് എതിരിക്കാൻ പോവുകയാണ്. 10 തലയെന്ന് പറയുന്നത് വിസ്ഡം, ദ പവർ ആൻഡ് വിസ്ഡം. ക്രിസ്തുവിനെക്കുറിച്ച് വായിക്കുമ്പോഴും 1 Corinthians 1 അധ്യായത്തിൽ 24 വായിക്കുമ്പോൾ ക്രൈസ്റ്റ് ദി പവർ ഓഫ് ഗോഡ് ആൻഡ് വിസ്ഡം ഓഫ് ഗോഡ്. അപ്പോൾ ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനം ഇത് തന്നെയാണ് ലോകത്തിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ ലോകത്തിലൊരു പ്രഭു ഒന്ന് വിശേഷിക്കപ്പെട്ട ജ്ഞാനത്തോടും വിശേഷിക്കപ്പെട്ട ശക്തിയോടും കൂടി ഒരു നേതാവ് വരാൻ പോവുകയാണ്. ആ നേതാവ് വരുന്നതിന് മുൻപുള്ള ആ ഒരിളക്കമാണ്, ഒരു മുഴക്കമാണ് ഈ പറഞ്ഞ ഇന്ത്യയിൽ കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന CJ പാർട്ടി. നോക്കണം, അറിഞ്ഞോ അറിയാതെയോ അത് ചീഫ് ജസ്റ്റിസ് തന്നെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അതായത് CJI, ചീഫ് ജസ്റ്റിസ് ഇൻ ഇന്ത്യ, തൻ്റെ വായിൽ നിന്ന് വന്ന ഒരു എതിർ ചിന്താഗതിയോടെ ആണെങ്കിലും അതൊരു പാർട്ടിയായിട്ട് രൂപപ്പെട്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പാറ്റ അത്ര ചെറിയ ജീവിയൊന്നുമല്ല. നമ്മളിവിടെ പാറ്റായ ചിലപ്പോൾ ഒരുപക്ഷെ അറപ്പോട് കാണുന്നവർ നാഗാലാൻഡിൽ, ഞാൻ നാഗാലാൻഡിലേക്ക് പോയിട്ടുണ്ട്, അവിടെ നമ്മുടെ പണ്ട് പാസ്റ്റർ ഫിലിപ്പാണ് പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം നാഗാലാൻഡ് കൺവെൻഷൻ പോയി മനോഹരമായൊരു കൺവെൻഷനെല്ലാം നടത്തി വരുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരാൾ തനിക്ക് വിശേഷമായി കൊടുത്തൊരു ഷാളും ഒരു നാഗാലാൻഡ് പുതപ്പ് കൊടുത്തു, കൂട്ടത്തിൽ ഒരു പാക്കേജ് കൊടുത്തു. താനത് റെയിൽവേ സ്റ്റേഷൻ തുറന്നു നോക്കിയപ്പോൾ പാറ്റ അച്ചാറാണ്. നാഗാലാൻഡുകാരുടെ ഏറ്റവും വിശേഷിക്കപ്പെട്ട വിഭവമാണ് പാറ്റ അച്ചാർ. വെച്ച് കഴിച്ചു പോകും കേട്ടോ. അതിനകത്ത് മനുഷ്യന് എനർജറ്റിക്കലി ഉണ്ടാക്കുന്ന ആസിഡിറ്റി പവറുണ്ട്, ആസിഡ് പവറുള്ളതാണ്. അതിൻ്റെ ബ്ലഡിൽ സാധാരണയെ കവിഞ്ഞുള്ള എക്സ്ട്രാ പവർ അതിനകത്തുണ്ടെന്നാണ് അവർ പറയുന്നത്. നമ്മൾ കഴിക്കാതെല്ലാം കഴിച്ചു കേട്ടോ, എനിക്ക് വിരോധമൊന്നുമില്ല. പാറ്റ അച്ചാർ ഒന്ന് വെച്ച് നോക്കുക. പക്ഷേ പാർശ്വ ഫിലിപ്പിയുടെ പിള്ള കഴിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് ആ റെയിൽവേ സ്റ്റേഷൻ വെച്ച് തന്നെ വേറൊരു നാഗാബിക്ക് കൊടുത്തു, കൈമാറി കൊടുത്തു. അത് വലിയ സന്തോഷം. ഇത് VIP കൊടുക്കുന്നതാണ് ഈ പാറ്റ അച്ചാർ. അപ്പം അങ്ങനെ ഒരു പാറ്റയെ വിമർശന ബുദ്ധിയോടെ അദ്ദേഹം പറഞ്ഞെങ്കിൽ അതിനകത്തൊരു നടത്തിപ്പുണ്ടായിരുന്നു. ഇനി അത് ശക്തിപ്പെടും, അതിനെ താഴ്ത്താൻ ഒക്കെയില്ല, കാരണം ഇതൊരു വികാരമാണ്. ആ വികാരത്തിൽ ആരംഭ സമയങ്ങളിൽ ചിലതൊക്കെ ഡയലോഗുകൾ തെറ്റുകൾ വന്നാലും അത് ജോസഫ് വിജയൻ ചെയ്ത പോലെ അല്ലെങ്കിൽ തന്നെ കൂടെ ചെയ്ത പോലെ ഇന്ത്യയിൽ അങ്ങനെ ഒരു രാജ്യം വരാം. അവർ ചില നീതിയും ന്യായമാണ്. അതിൻ്റെ പിന്നിലേക്ക് ഒരു ദളിതെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കാരണം താഴ്ന്നതിന് ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. അതിൻ്റെ പിന്നിലുള്ളതായ അഭിജിത്ത് എന്ന് പറയുന്ന ഒരു ദളിത് സഹോദരൻ ഇപ്പോൾ ബൂസ്റ്റൺ, അമേരിക്കയിലെ ബൂസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതിൻ്റെ പിന്നിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ദളിതായതുകൊണ്ട് അങ്ങനെ ഒതുക്കി കളയാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കില്ല. കാരണം എന്താ, ദൈവം താണതിനെ ഉയർത്തുന്നു. ഇബ്താഹ് എന്ന് പറയുന്ന വിധത്തിലേക്ക് അറിയാമല്ലോ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇബ്താഹ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹം ഒരു ദളിതനായിരുന്നു.
അദ്ദേഹത്തെ അത്ര മതിപ്പില്ലായിരുന്നു. പക്ഷേ ദൈവം അവർ ഉയർത്തി. അവരുടെ മേളിൽ ഈ ഉയർന്ന ചിന്താഗതിയുള്ളവരുടെ മേലെല്ലാം ഇബ്താഹിനെ രാജാവാക്കിയോടെ വാഴിക്കുന്ന ദൈവമാണ്. താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യുന്നവൻ, ഇല്ലയോ? മാറാപ്പ് കയറ്റുന്നവനും മലനാക്കുന്നവനും ഈ ദൈവമാണ്. അപ്പോൾ ആ ദൈവം ഒരു പദ്ധതി ഇട്ടാൽ അത് നടത്തും. പക്ഷേ ദൈവരാജ്യത്തിന് മുമ്പ് ഇങ്ങനൊരു ഏകലോക രാജ്യം വരേണ്ടത് ആവശ്യമായിരിക്കുന്നതിനാൽ മുഴുവൻ ലോകത്തിലെ മനുഷ്യർക്കും ഈ ഒരു കാഴ്ചപ്പാടിൽ വരുമ്പോഴാണ് പെട്ടെന്ന് ഈ അഭിജത്വം എന്നുള്ളതല്ല, അതിന് മേളിലൊരു നേതാവ് വരും. ഇവരുടെ എല്ലാ ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് സമാധാനവും നീതിയും സ്ഥാപിച്ചു തരാമെന്ന് പറഞ്ഞ് ഒരു രാജാവ് മുന്നോട്ട് വരാൻ പോവുകയാണ്. അതാണ് വെളിപ്പാട് 6-ാം അധ്യായത്തിൽ കാണുന്ന വെള്ളക്കുതിരപ്പുറത്ത് ഒരുത്തൻ വരുന്നത് നമുക്കിവിടെ കാണുന്നുണ്ട്. വായിച്ച് വെളിപ്പാട് 6:2 മുതൽ വായിച്ച്, അല്ലെങ്കിൽ 1-ാം വാക്യം മുതൽ വായിച്ച്. അവിടെ ഒരു കുതിരയുടെ 4 കളറുള്ള 4 കുതിരകളെ കാണുന്നുണ്ട്. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന 4 ജീവികൾ വന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഒരു വെള്ളക്കുതിരയെ കണ്ടു. നോക്കൂ, അപ്പോൾ ഒരു വെള്ളക്കുതിര ഏതാ കാണിക്കുന്നു? സുതാര്യത, ട്രാൻസ്പെറൻസി. ഇപ്പോൾ ഈ CJ പാർട്ടി, പാർട്ടി പറയുന്നതാ ഒരു സുതാര്യത വേണം. കാര്യങ്ങൾക്കെല്ലാം ഒരു സുതാര്യത, ഒരു ട്രാൻസ്പെറൻസിയാണ് ആവശ്യം. ചുമ്മാ വാചം ഓടിച്ച് പോകുന്നതല്ല. ഇപ്പോൾ നമ്മൾ ലോകത്തിൽ ഇവർ പറയുന്ന ഇന്ത്യയിലെ BJP-ക്കാർ ഉയർത്ത പലതുകൊണ്ട് അവർക്ക് താല്പര്യമില്ല. ആർക്കാ? BJP-യിലെ യുവനക്കാർക്ക് പോലും താല്പര്യമില്ല. പശു ദൈവം, അല്ല പശുവിനെ ദൈവത്തെ പോലെ കാണണം, അതിൻ്റെ ചാണകം മൂത്രം മറ്റോ മറിച്ചെന്നൊക്കെ പറഞ്ഞ് ഇവർ പൊക്കുന്നത്. ഇതുകൊണ്ടെന്തോ ഗുണം? ഇവിടെ ബുദ്ധിയുള്ള ചെറുപ്പക്കാർ ചിന്തിക്കുമ്പോൾ ഇത് ഞങ്ങൾക്കെന്താ ഗുണം? അതാ പണ്ട് സുൽത്താൻ ബത്തേരിയിലെ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ, സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ സ്ഥലത്തിന് എന്താ കുഴപ്പം? അപ്പോൾ ഈ പറഞ്ഞ പ്രാന്ത് കയറി ഒരു മനുഷ്യൻ അവിടെ ഇലക്ഷൻ എത്തപ്പോഴേ പുള്ളി പറഞ്ഞു തന്നെ അത് ഗണപതി ചട്ടോ എന്ന് പറഞ്ഞാണ്ടൊരു പേരിൽ ഇനി ബത്തേരി അറിയപ്പെടും. ഇവനെ ഇലക്ഷൻ ജയിപ്പിച്ചിട്ട് സുൽത്താൻ ബത്തേരിയെ ഗണപതി പട്ടമാക്കിയതും, അല്ലെങ്കിൽ നാളെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ചെളിമണ മാറി സിയോൻ കുന്നെന്ന് പേരിട്ടുണ്ട് കാര്യമുണ്ടോ? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും മനുഷ്യൻ്റെ വികാരങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുക, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി കൊടുത്തതിന് പകരം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ മതവൽക്കരിച്ചിട്ട് പേര് മാറ്റിക്കൊടുത്ത്, ഇല്ലെങ്കിൽ സ്വപ്നലോകത്തിൽ കാണുന്ന ദൈവങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഈ തലമുറയ്ക്ക് അത് വേണ്ട. അവർ പഠിച്ചവരാണ്, അവർക്ക് ജോലി വേണം, സമാധാനമായി ജീവിക്കണം. അനീതിയില്ലാത്തൊരു ലോകം ഇന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വലിയ തലമുറ ഇന്ന് BJP-ക്കാരിൽ പോലും ഉണ്ട്, കോൺഗ്രസ്സിലും ഉണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ആശയത്തിൻ്റെ ആവിഷ്കാരം സതീശൻ പ്രസംഗിച്ചുകൊണ്ടാണ് സതീശനെ ജനവികാരം ഇന്ന് മുഖ്യമന്ത്രിയാക്കിയത്, അല്ലെങ്കിൽ വിജയനെ. ഇതുപോലെ ലോകം മുഴുവനും ഒരു ഏക ലോക ചിന്താഗതിയോടൊരു മനുഷ്യനെ കൊണ്ടുവരും. അത് തെറ്റല്ല. എതിർ ക്രിസ്തുവിൻ്റെ ഭരണം നമുക്ക് ദോഷമൊന്നുമുള്ളതല്ല, അത് ദൈവം അനുവദിച്ചതാണ്. അപ്പോൾ അവൻ്റെ രംഗപ്രവേശനമാണ് നമ്മൾ ഈ കാണുന്ന വെള്ളക്കുതിര. വായിച്ച്. അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. വില്ലത കാണിക്കുക, സമാധാനം. അപ്പോൾ ഒന്നാമത് യുദ്ധം വേണ്ട. ഇത് ഈ പ്രാന്തന്മാർ ഇപ്പം ട്രംപ് ആയാലും ശരി, ഇറാനിലും ഇവന്മാരെന്തോ കാണിക്കുന്നത്? കണ്ടുപിടിച്ച് ഭയങ്കര കണ്ടുപിടുത്തങ്ങൾ, ആറ്റം വരെ കണ്ടുപിടിച്ചല്ലേ. അല്ല, അവൻ്റെ തലമുറയ്ക്ക് ഇടുകയല്ലേ ചെയ്യുന്നത്. ഇതുകൊണ്ട് എന്താ ലാഭം? നിൻ്റെ കണ്ടുപിടുത്തം മനുഷ്യൻ്റെ നാശീകരണത്തിനാണെങ്കിൽ ആ കണ്ടുപിടുത്തം കൊണ്ട് എന്താ ലാഭം? അതാണ് ചിന്തിക്കുന്നത്. പുതിയ തലമുറ അതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അത് മാറ്റിയെടുക്കണം. അതിനെന്ത് ചെയ്യണം? സുതാര്യമായൊരു ഭരണം. അങ്ങനെ ഒരു ആശയങ്ങൾ മുന്നിൽ വരുന്നതുകൊണ്ടാണ് താമസിക്കാതെ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ വേഗത്തിൽ ഒരു ഏകലോക ഗവൺമെൻറ് ഉണ്ടാകും. യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിന് മുൻപേ അതാണ് ഈ വെള്ളക്കുതിരപ്പുറത്ത് വരുന്നത്. വെള്ളത്തെ കാണിക്കുന്നു, ആ സുതാര്യതയെ, ട്രാൻസ്പാരൻസിയെ കാണിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വാഗ്ദത്തം ചെയ്യും. അവനാണ് 7 തലയും അല്ല 7 കൊമ്പും 10 തലയും. അതിൻ്റെ അർത്ഥം അത് അമാനുഷികമായ ശക്തി അവനുണ്ടാകും, സൂപ്പർ പവർ. 2, അവൻ്റെ ജ്ഞാനത്തിന് മുമ്പിൽ മറ്റാർക്കും നിൽക്കാൻ കഴിയില്ല. മനസ്സിലാവുന്നത്? ഇപ്പോൾ തന്നെ സതീശൻ പറഞ്ഞില്ലേ 100+ ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയുക. എവിടുന്ന് കിട്ടിയത്? അതാവുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ച് ജ്ഞാനം തരണമെന്ന് പറയുന്നു. പ്രവാചകൻ്റെ മനസ്സ്. അങ്ങനെയുള്ള നേതാക്കന്മാരെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ശരിയായൊരു മതേതരത്വ രാജ്യം വരും. ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ലേ, മുസ്ലിങ്ങൾ പണ്ട് കാലത്തിൽ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് അവരെല്ലാം സത്യം ചെയ്തുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ നാമത്തിലൊരു മാറ്റി അല്ലെങ്കിൽ പറയുകയാണ്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് അറിവ് വർദ്ധിക്കുന്നതോറും ഈ മത ചൂഷണങ്ങളെ, അറിവില്ലായ്മ,
അതുകൊണ്ടാണ് ഇവിടുത്തെ 2 മതനേതാക്കന്മാർ ഇപ്പോൾ തട്ടിമാറ്റിയത്. ഒരു കാലത്ത് അവർ വിചാരിച്ച ഞങ്ങളുടെ കഴിവുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ അവരെ വെറും ചവിട്ടുകൊട്ടിൽ ഇറങ്ങിയാണ്. കാരണം അങ്ങനെ ചിന്തിക്കുന്ന പുതിയ തലമുറയ്ക്ക് ആവശ്യം പുതിയ ലീഡേഴ്സിനെയാണ്. അവിടെ പാരമ്പര്യ പഴക്കങ്ങളോ ഇതൊന്നും ആവശ്യമില്ല. ഉള്ളത് കറക്റ്റായിട്ട് പറയണം, കൃത്യമായിട്ട് നടത്തണം. അങ്ങനെ ഒരു ഭരണം തന്നെയാണ് ആൻറ്റി ക്രിസ്റ്റ് ഭരണം വരുന്നത്. തുടക്കം അങ്ങനെ തന്നെ വരും. ആ ഒരു അജണ്ട അവൻ അർപ്പിക്കുമ്പോൾ ഇപ്പോൾ അഭിജിത്ത് എന്ന് പറയുന്ന CJ പാർട്ടിയുടെ നേതാവ് ചില അജണ്ടകൾ കൊണ്ടുവന്ന പോലെ മുഴുവൻ ലോകത്തിന്മേലും അധികാരമുള്ളൊരു മനുഷ്യൻ ഈ ഭരണം പോലെ അല്ലെങ്കിൽ ഒരു അജണ്ട കൊണ്ടുവരും. അതെല്ലാവർക്കും അക്സെപ്റ്റബിളാണ്, അതെല്ലാവരും സമ്മതിക്കും. കാരണം യുദ്ധം വേണ്ട, സമാധാനം, എല്ലാ രാജ്യങ്ങൾക്കും സുരക്ഷിത ഉണ്ടാകുക, പിന്നെ ഭക്ഷണം ഉണ്ടാകുക, അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക, മനുഷ്യൻ സ്വൈര്യമായി ജീവിക്കുക എന്നുള്ള കുറേ അജണ്ടകൾ കൊണ്ടുവരുമ്പോൾ അവരവരെ ഏറ്റുകൊള്ളും. പക്ഷേ എന്തുകൊണ്ട് ദൈവം അനുവദിക്കുന്നത് ചോദിച്ചാൽ ഈ മതവും രാഷ്ട്രീയവും എല്ലാം മാറി ഒരേക ചിന്താഗതിയിലേക്ക് മനുഷ്യൻ കൊള്ളണം. അപ്പോൾ അവനൊരു സുപ്രീം പവർ കൊടുക്കും. അവൻ ആ സുപ്രീം പവർ, ഉദാഹരണം പറഞ്ഞാൽ നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധി ഒരു സുപ്രീം പവറായിട്ട് ഇന്ത്യ മാറി. അങ്ങനെയാണ് ഇന്ത്യയെ ഏകീകരിച്ചത്. ഇന്ത്യനൈസേഷൻ ഇന്ദിരാഗാന്ധി കൊണ്ടതുപോലെയാണ് നമ്മൾ ഈ പെന്റിക്കോസ്റ്റ് മിഷനിൽ 1976 മുതൽ 77 മുതൽ 84 വരെ പാസ്റ്റർ ഫിലിപ്പി ആണ്ടപ്പളെന്ന് കരുത്തനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെ ഉരുക്കുമുഷ്ടി പോലെയായിരുന്നു. വലിയ വലിയ പാസ്റ്റർമാരും തൻ്റെ അപ്പന്മാരുടെ കൂടെ ഉണ്ടായ പാസ്റ്റർമാരും ഒരു പേടിക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ വാക്കിനൊരു പവറുണ്ട്. അതിനാൽ എന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഒരു ഏകീകരണം കൊണ്ടുവന്നു. പെന്തിക്കോസ്റ്റ് മിഷനെ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ഏകീകരണം കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഓരോ നാട്ടുരാജാക്കന്മാരെ പോലെ ഓരോ സെൻട്രൽ പാസ്റ്റർമാരിലെ ഓരോ താല്പര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. വേലക്കാരെ എടുത്താൽ വിടത്തില്ല, ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിടത്തില്ല, അങ്ങനെ പല കാര്യം. അതെല്ലാം മാറ്റി ഭയപ്പെട്ടു പോയി. അങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരു ശക്തിയാണ് പിന്നീട് ആ ഉരുക്കുമുഷ്ടി കൊണ്ട് ഭരണം നടത്തുന്ന ഒരു ഭരണ ലോകത്ത് വരികയാണ്. അത് ആവശ്യമാണ്. കാരണം എങ്കിൽ മാത്രമേ ഈ മതങ്ങളെല്ലാം നീങ്ങിപ്പോവുള്ളൂ. വിഗ്രഹങ്ങൾ, വേണ്ടാത്ത ഭക്തി, ചാണകവും പിന്നെ മൂത്രവും പശുവും ഈ വേണ്ടാത്ത അഭ്യാസങ്ങളെല്ലാം മാറ്റപ്പെട്ടതിന് ശേഷം ദൈവവും മനുഷ്യനും, ഈ പ്രാവശ്യം അമ്പലന്മാർ സത്യം ചെയ്ത ദൈവനാമത്തിൽ, ആ ദൈവവും മനുഷ്യൻ്റെ ഇടയിൽ വേറൊന്നുമില്ല, വേറൊരു മധ്യസ്ഥനും ആവശ്യമില്ല. അതാണ് ക്രിസ്തു വെളിപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ അതിനു മുമ്പ് ഒരു ക്രമീകരണം, ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്, ഈ ലോകത്തിൻ്റെ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് എതിർ ക്രിസ്തുവിനെ ദൈവം അയക്കുന്നത്. അവൻ വെള്ളക്കുതിരപ്പുറത്ത് വരും, അവൻ്റെ കയ്യിൽ അമ്പോട്ട് വില്ലില്ല, വില്ലതെ കാണിക്കുന്നു സമാധാനം. എല്ലാവരുടെ സമാധാനത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞ് ഏകീകരണം വരുമ്പോഴാണ് ഞാനാണ് ദൈവം. ഇപ്പോൾ നമ്മുടെ പിണറായി സഹോദരൻ അറിഞ്ഞോ അറിയാതെയോ അവസാനത്തിൽ ഫ്ലക്സ് വെച്ച് താനാണ് പാർട്ടി എല്ലാം, വേറൊരുത്തരെ പോലും കാണിക്കാനില്ല എന്ന് പറഞ്ഞാൽ ഇവർ ഇച്ചിരി അഹങ്കരിക്കും. ഈ അഹങ്കാരം കൂടി വരുമ്പോഴേ എന്ത് ചെയ്യും? വേണ്ട കിടക്കുന്നു. അവൻ ആ അധികാരവും അഹങ്കാരവും കൂടി കഴിയുമ്പോൾ ഏകാധിപത്യ ശക്തി ഉണ്ടാകും. അപ്പോൾ അത് ദോഷമായിട്ട് വരുമ്പോൾ ദൈവം അതിനെ ന്യായം വിധിക്കും. അപ്പോൾ ഒറ്റയാളെ ജയിച്ചാൽ മതി. ഈ ഫൈനൽ യുദ്ധം പോലെയാണ്, അതാണ്, അല്ല ഫൈനൽ മാച്ച് പോലെയാണ്. 100ക്ക് മേലെ രാജ്യങ്ങൾ കളിക്കുന്ന ലോകകപ്പ് ഫുട്ബോളിൽ കളി നടന്ന് അവസാനം വരുമ്പോൾ ക്വാർട്ടർ ഫൈനലായി 8 ടീമായി, പിന്നെ സെമി ഫൈനലായി 4ആയി, അവസാനം ഫൈനലിലേക്ക് വരും 2 പേര്. അപ്പോൾ മുഴുവൻ ലോകത്തിൻ്റെ മതവും രാഷ്ട്രീയമെല്ലാം ഒറ്റ വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് വരും. അവനാണ് എതിർ ക്രിസ്തു. അവനെന്ത് ചെയ്യും? 19-ാം അധ്യായത്തിൽ വരുമ്പോൾ കർത്താവായ യേശു തൻ്റെ വായിൽ ശ്വാസത്താൽ, 19 വാക്യം കേട്ടോ, 5 മൃഗത്തെയും കള്ളപ്രവാദിനെയും തൻ്റെ വായിൽ ശ്വാസത്താൽ അവനെ പിടിച്ചു കെട്ടി ഗന്ധവും കത്തുന്ന തീ പോയി ഇടുകയും ചെയ്യും. അപ്പോൾ ഈ 7 വർഷ ഭരണത്തിൻ്റെ തുടക്കത്തിൻ്റെ ഒരു സൂചനയാണ് ഈ CJ പാർട്ടി വരുന്നത്. അതായത് ഇതുപോലെ സുതാര്യവും സമാധാനവും സന്തോഷവും സ്വൈര്യനിവാസവുമായൊരു ജീവിതം വാഗ്ദാനം ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യും? വരുന്ന ലോക നേതാവാണ് എതിർ ക്രിസ്തു. അങ്ങനെ അവർ 7 വർഷം ഭരിച്ചു കഴിയുമ്പോൾ അത് സാധിക്കാതെ വരികയും ലൂസിഫർ അതിൻ്റെ പിന്നിലുള്ളതുകൊണ്ട് അവൻ്റെ സാമ്രാജ്യ ശക്തി വെളിപ്പെടുകയും ഏകാധിപത്യം വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഈ ലോകത്തെ സൃഷ്ടിച്ചവനായ ദൈവം കർത്താവായ യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വരും. വായിച്ചോ, വാക്യം കണ്ടോ? 19:15
ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകൾ കൊണ്ട് അവരെ മേയിക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ 19 അധ്യായത്തിൽ കാണുന്നു 20 വാക്യം വായിച്ചു. അപ്പോൾ അതിൻ്റെ അവസാനത്തിൽ യേശു കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ മൃഗം, അതായത് ഈ ലോക നേതാവ് പിടിക്കപ്പെടും. വായിക്കാം. അപ്പൊ മുദ്രയേറ്റവരും, അതാ 13 അധ്യായത്തിൽ കാണുന്നുണ്ട്, മുദ്രയേറ്റവരും അവനെ നമസ്കരിച്ചവരും അവന് വേണ്ടി കള്ളപ്രവർത്തനം നടത്തിയവരും എല്ലാം പിടിക്കപ്പെടും. വായിക്കാം. മൃഗത്തെയും എതിർ ക്രിസ്തുവിനെയും അവന് വേണ്ടി വഴിയൊരുക്കി കൊടുത്ത കള്ളപ്രവാചകനും മത നേതാവിനെയും രാഷ്ട്ര തലവനെയും മത നേതാവിനെയും പിടിച്ചു കെട്ടി ഗന്ധക തീപ്പൊയ്യിൽ അവരെ തള്ളിയിടും. നോക്കണം, ഗന്ധക തീപ്പൊയ്യിൽ തള്ളിയിടും. ഈ സമയത്താണ് 7ാമത്തെ ദൂതൻ കാളകൂതുന്നത്. നോക്കണം. അപ്പോൾ അതിന് മറ്റൊരു കാര്യങ്ങളുണ്ട്. ഈ ഇസ്രായേലിനെതിരായിട്ട് വലിയൊരു യുദ്ധമുണ്ടാകും. എസെക്കിയേൽ 38 അധ്യായത്തിൽ കാണുന്ന ഇസ്രായേൽ ഇപ്പോൾ ഒരുപാട് വഴിവിളിച്ചു പോയി. അവർ ദൈവത്തിൻ്റെ പ്രമാണം വിട്ട് ഹോമോസെക്സ്വാലിറ്റിയിലും മറ്റ് അനേക ദൂഷ്യവശങ്ങളിലേക്കും ഇസ്രായേൽ പിന്തിരിഞ്ഞു പോയതുകൊണ്ട് ദൈവം അവരെ ഈ എതിർ ക്രിസ്തുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ യേശു എന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇസ്രായേൽ വലിയൊരു അഴിവുണ്ടാകും. ലോകത്തിലെല്ലായിടത്തും ഉണ്ടാകും, ഇസ്രായേലും ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന ആ അഴിവിനും നാശത്തിന് ശേഷം ശേഷിക്കുന്ന ഇസ്രായേൽ, അതാണ് 154,000 പേരെ മുദ്രയിടുമെന്ന് വെളിപ്പാട് 7-ാം അധ്യായത്തിലുണ്ട്. അതുമാത്രമല്ല, ഒരു മലയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ വചനാനുസൃതമായും ഓടി രക്ഷപ്പെടുന്ന യഹൂദന്മാരുമുണ്ട്. അപ്പോൾ ഇവരെല്ലാം ചേർക്കുവാനും ഈ എതിർ ക്രിസ്തുവിൻ്റെ ഭരണം മാറ്റുവാനും കർത്താവായ യേശു തന്നെ ഭൂമിയിലേക്ക് വരുന്നൊരു കാര്യമാണ്. 19-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ സ്വർഗത്തിലെ സൈന്യം വെള്ളവസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് അനുഗമിക്കുന്നത് ഞാൻ കണ്ടു. വായിച്ചേ 19 അതിൻ്റെ അവസാന ഭാഗത്തില്ലേ, സ്വർഗത്തിലെ സൈന്യം വൈകേ. അപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് കുതിരപ്പുറത്ത് അവനെ അനുഗമിക്കുന്നത് ഞാൻ കണ്ടു. ആരായി അനുഗമിക്കുന്നത്? എടുക്കപ്പെട്ട ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ, പുതിയ ദിവസഭ. 14 വെള്ള കുതിരപ്പുറത്ത് കയറി. പക്ഷേ 6-ാം അധ്യായത്തിൽ കാണുന്ന കുതിര വേറെയാണ്. ഇസ്ലാമിക പണ്ഡിതന്മാരും അവരുടെ ചില പ്രവാചകന്മാരും പഠിപ്പിക്കുന്നത് ഈ രണ്ടും ഒരു കുതിരയാണെന്നല്ല. അത് അവർ തെറ്റുപറ്റുന്നതാണ്. അവർ ഈ ബൈബിളിൽ നിന്നും ചരിത്ര പുസ്തകത്തിൽ നിന്നും അല്ലെങ്കിൽ യഹൂദൻ്റെയും ക്രിസ്ത്യാനിയും എല്ലാം ചേർത്ത് ഒരു സംക്ഷിപ്ത രൂപം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ തെറ്റുകൾ വരുന്നത്. അപ്പോൾ ഈ 6-ാം അധ്യായത്തിൽ വരുന്ന വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന ലോക നേതാവായ എതിർ ക്രിസ്തുവാണ്. എന്നാൽ അവരും സാത്താൻ്റെ വേഷം അല്ല വെളിച്ചതോടെ വേഷം ധരിക്കുന്നില്ല. അവർ 19-ാം അധ്യായത്തിൽ കാണുന്ന വെള്ളക്കുതിര അത് കർത്താവായ യേശുവാണ്. അതുകൊണ്ടാണ് ഇവരുടെ മുസ്ലിമിൻ്റെ ഭാഷ, ഇസ്ലാമിൻ്റെ ഭാഷ പറയുമ്പോൾ അവരും പ്രതീക്ഷിക്കുന്ന ഒരു രക്ഷകനെയാണ് ഇമാം മഹദി. നോക്കണം, ഇമാംമാരുടെ മഹദിയായി വരുന്ന ഒരുത്തൻ, രാജാക്കന്മാരുടെ രാജാവെന്ന് പറഞ്ഞ പോലെ. ആ ഇമാം മഹദി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ 19-ാം അധ്യായം കാണുന്ന യേശു ക്രിസ്തുവിൻ്റെ വരവാണ്. അവരതിനെ ഖുറാനിലേക്ക് പകർത്തിയപ്പോൾ ബൈബിളിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും യഹൂദനെ പകർത്തി അങ്ങനാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വാസ്തവത്തിൽ അവർ വിശ്വസിക്കുന്നത് പോലെ തന്നെയും ബൈബിൾ പറയുന്ന പോലെ ഒരു ഇമാം മഹദി അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വരവിനെയാണ്, 2ാമത്തെ ഭൂമിയിലേക്കുള്ള വരവാണ് ഈ പറഞ്ഞ കുതിരപ്പുറത്ത് വരുന്നത്. അത് 1000 വർഷ ഭരണത്തിന് വേണ്ടിയാണ്. അത് നമ്മൾ വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ കാണുമ്പോൾ യെരുശലേമിലേക്ക് വരുന്ന യേശുവിൻ്റെ കാലെന്ന് ഒലിമല് 1-ാം വാക്യം മുതൽ വായിച്ച് സക്കറിയ പ്രവചനം 14-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ അവിടെ കർത്താവായ യേശു ഒലിമലയിൽ നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആര് ഇന്നീ പറഞ്ഞ പോലെ ഈ ഇറാനൊന്നും താഴ്ത്തി പോകുമല്ലോ കേട്ടോ. ഇറാനൊന്നും അമേരിക്ക കീഴ്പ്പെടുത്താൻ ഒക്കത്തില്ല. അമേരിക്ക ഇസ്രായേൽ വിചാരിച്ചൊന്നും ഇറാനെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. അവസാനം ഇറാൻ ശക്തിപ്പെടും. അങ്ങനെ ഇറാൻ ശക്തിപ്പെട്ട് റഷ്യ എല്ലാം കൂടി ഈ അറബ് രാജ്യങ്ങളിൽ പലതും റഷ്യയുടെ കീഴിൽ വന്ന് ആഫ്രിക്കൻ രാജ്യങ്ങൾ ചേർന്ന് എസെക്കിയേൽ 38-39 അധ്യായത്തിൽ കാണുന്ന ആ യുദ്ധത്തിന് വേണ്ടി അവർ പുറപ്പെട്ട് ഇസ്രായേലിലേക്ക് വരും. അവിടെ വെച്ച് അവർക്ക് നാശം ഉണ്ടാകുമെങ്കിലും ഇസ്രായേൽ മഹാസംഹാരം അഴിവുണ്ടാകും. വായിക്കാം. അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഭാഗിപ്പാനുള്ള
യഹോവയുടെ ഒരു ദിവസം വരുന്നു, ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടി വരുത്തും. സകല ജാതികളെയും, ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ എല്ലാം വരും. കാരണം ഇനി വരാൻ പോകുന്ന സാമ്രാജ്യം ഭരിക്കണമെങ്കിൽ യെരൂശലേം പിടിക്കണം. യെരൂശലേമിൽ ഇരുന്നു കൊണ്ട് വേണം ലോകത്തെ ഭരിക്കണമെന്നുള്ളൊരു കാഴ്ചപ്പാട് വരുന്നതുകൊണ്ട് കിഴക്കൻ രാജ്യമായ ഇന്ത്യ, ചൈന, ജപ്പാൻ, അങ്ങനെയുള്ള രാജ്യങ്ങളും റഷ്യ, ഇറാൻ, എത്യോപ്യ, സൂഡാൻ, അങ്ങനെയുള്ള രാജ്യങ്ങളും ചേർന്ന്. അപ്പോൾ അമേരിക്കയ്ക്ക് കാര്യം മനസ്സിലാകും, ഇത് യേശുക്രിസ്തു രണ്ടാം വരവായോട് അവർ പതുക്കെ പമ്പിപ്പോകും, അനങ്ങത്തില്ല, അവർ മാറിക്കളയും. അങ്ങനെ ആ യുദ്ധത്തിൻ്റെ അവസാനത്തിലാണ് ഈ സംഭവിക്കുന്നത്. അങ്ങനെ സകല ജാതികൾ യെരൂശലേമിൽ കൂടി വരുത്തും. പിന്നെ യെരൂശലേം നഗരം പിടിക്കപ്പെടും, വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. അടുത്ത് ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. എന്നാൽ യഹോവ യേശു കർത്താവ് പുറപ്പെട്ട് യുദ്ധ ദിവസത്തിൽ പൊരുതുന്നത് പോലെ ആ ജാതികളോട് പൊരുതും. അടുത്ത അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. പിളർന്നു പോകും. പിന്നെ ആ താഴ്വരയിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവും ഈ വിശുദ്ധന്മാരോട് വരുന്ന കാഴ്ച കാണുമ്പോൾ എതിർ ക്രിസ്തു വിചാരിക്കും ഇത് നമുക്ക് എതിരായിട്ട് യുദ്ധം ചെയ്യാൻ അമേരിക്കയെ കക്ഷികൾ കൊണ്ടുവന്നിരിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു മലയിൽ യുദ്ധത്തിന് പോകുമ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കർത്താവ് തൻ്റെ വായനശാസ്ത്രത്തിൽ അവരെ പിടിച്ച് ഈ ഗന്ധകത്തീപ്പൊയിലേക്ക് ഇടും. അങ്ങനെ ഇടുന്ന സമയത്തിൽ ആ സാമ്രാജ്യം, എതിർ ക്രിസ്തുവിൻ്റെ സാമ്രാജ്യം, ലോക സാമ്രാജ്യം അസ്തമിച്ചു. പകരം യേശു ക്രിസ്തുവിൻ്റെ സാമ്രാജ്യം ആരംഭിക്കുകയാണ്. അതാണ് നീതിയുള്ള ഭരണം, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ. അങ്ങനെ ആ ഭരണത്തിൻ്റെ തുടക്കത്തിലാണ് വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലെ 15-ാം വാക്യത്തിൽ 7-ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ ലോകരാജ്യത്തെ പൈസ വെളിപ്പാട് പുസ്തകം 15-ന്റെ വാക്യം 7-ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ ലോകരാജ്യത്വം അവൻ്റെ ക്രിസ്തുവിനും വിശുദ്ധന്മാർക്കുമായി തീർന്നു. അപ്പോൾ ഈ സംഭവങ്ങൾ ഇനി സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് ഇന്ന് ലോകത്തിന് ഇളക്കം സംഭവിച്ചിരിക്കുന്നത്. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. ലോകരാജ്യത്വം കർത്താവിനും അവൻ്റെ ക്രിസ്തു എന്നുള്ളതല്ല, കർത്താവിനും അവൻ്റെ വിശുദ്ധന്മാർക്കും ഉള്ളതാണ്. അല്ലെങ്കിൽ അവരെ അനുഗമിച്ച തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യം, നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം. അങ്ങനെ ഒരു രാജ്യം ഭൂമിയിലുണ്ട്. അതാണ് യെശയ്യാപ്രവചനം 11-ാം അധ്യായവും 65-ാം അധ്യായത്തിൽ കാണുന്ന ആ അനുഭവങ്ങളൊക്കെയും. അതുകൊണ്ട് പ്രിയരെ, നമ്മുടെ പ്രത്യാശയെ പുതുക്കിക്കൊണ്ട് കർത്താവ് വരുമ്പോൾ നമുക്ക് അവരോട് കാണണം. ഈ ഭൂമിയിൽ ഇപ്പോഴത്തെ ജീവിതം താൽക്കാലികമാണ്. 1000 വർഷം ഭൂമിയിൽ യേശുക്രിസ്തുവിനോടും നിത്യതയിൽ വീണ്ടും നാം അവരോട് വസിക്കുന്ന മനോഹരമായ നിത്യജീവൻ്റെ വാഗ്ദാനമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അത് നഷ്ടപ്പെടാതെ നാം ദൈവത്തിൽ വിശ്വാസം വെച്ചുകൊണ്ട് ഏത് പരീക്ഷകളും കഷ്ടങ്ങളും സഹിച്ചുകൊണ്ട് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും. ആകയാൽ സഹിഷ്ണുത നമുക്ക് ആവശ്യം. ദൈവത്തോട് ചേർന്നിരിക്കുക, ദൈവത്തോട് പറ്റിയിരിക്കുക, കൃപയ്ക്കായിട്ട് കാത്തിരിക്കുക. അവൻ്റെ കൃപ പ്രാപിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് വിശ്വാസത്തിന് നായകനും പൂർത്തിയായ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകാം. നമുക്കൊരു നിമിഷം കണ്ടടയ്ക്കാം. ഹല്ലേലൂയ. കഷ്ടങ്ങൾ സഹിച്ചോനാം യേശുവിന് കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നേ. കഷ്ടങ്ങൾ സഹിച്ചതാം യേശുവിൻ കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നേ. സ്ഥിരതയോടെ ഓട്ടമോടി തികയ്ക്കുവാനാവരെ പകയിടാതെ സ്ഥിരതയോടെ ഓട്ടമോടി തികച്ചിടാനാവരെ ദിഗ്മുഖാമെത്രയോ സോമയാ കാണുക യേശുവേ. ദിഗ്മുഖാമെത്രയോ സോമയാ കാണുക മുൻപിലായി യേശുവേ.
മുഖത്തു തന്നെ നോക്കിയോട്ട ഓടി ഞാൻ.